നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇതെന്ത് പരീക്ഷണമാണ്? കോവിഡിനെ ഒരു വിധത്തിൽ നിയന്ത്രണങ്ങളിലൂടെ പിടിച്ചുകെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കിവെച്ച ദുരിതങ്ങളും പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്യുന്നതിന്റെ ഇടയിൽ UAE കിടുകിടെ വിറപ്പിച്ച് കുലുക്കിയിരിക്കുകയാണ് ഇറാനിൽ ഉണ്ടായ ഭൂകമ്പം. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 4:45 തെക്കൻ ഇറാനിൽ ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 5.9 വ്യാപ്തി രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം UAE-യിലും അനുഭവപ്പെട്ടു. ദുബായ്, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. ഇക്കാര്യം UAE കാലാവസ്ഥ ഭൗമ നിരീക്ഷണ കേന്ദ്രവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം UAE-യിൽ എവിടെയും നാശനഷ്ടം ഉണ്ടായതായി റിപ്പോർട്ടില്ല. ഇറാനിലെ ഹോർമോസ്കൻ പ്രവിശ്യയിലെ ഗുഹേർദിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. UAE-ക്ക് പുറമെ ഒമാൻ, കുവൈത്ത്, ബഹ്റൈൻ എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായി പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിപ്പിലൂടെ പങ്കുവച്ചു. അതുമാത്രമല്ല, UAE തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. കടൽ വലിയ അളവിൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ളതിനാൽ അബുദാബി തീരത്ത് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അബുദാബി, സൗദി അതിർത്തി മേഖലകളിൽ പൊടിക്കാറ്റ് ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ന് രാവിലെ UAE-യിലെ ചിലയിടങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു അനുഭവപ്പെട്ടത്. അബുദാബിയിലെ ഇന്നലത്തെ കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു. ദുബായിൽ കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയപ്പോൾ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.